ഇവിടെ 9.5%, 10%-നും ഈ ബോണ്ടുകൾ, മസാല ബോണ്ടുകൾ വിറ്റതിന് ശേഷം അത് കേരളത്തിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെന്റിന് എന്തെങ്കിലും റിട്ടേൺ ഉണ്ടോ? ഇവിടെ കിഫ്ബി വഴി നടപ്പാക്കുന്ന പദ്ധതികൾക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദർ ഇസ് നോ റിട്ടേൺ. ഇപ്പൊ റോഡ് പണിതാൽ, പാലം പണിതാൽ പാലം ആവശ്യമാണ്, റോഡ് ആവശ്യമാണ്. പക്ഷേ ഈ തുക മുടക്കുന്നിടത്ത് നിന്ന് 1 രൂപ പോലും റിട്ടേൺ ഇല്ല. അപ്പൊ റിട്ടേൺ ഇല്ലാതെ വരുമ്പോൾ ഇതിന്റെ പലിശ കൊടുക്കേണ്ടത് എവിടുന്നാണ്? ഇത് തിരിച്ചടക്കേണ്ടത് എവിടുന്നാണ്? ഇത് നികുതി വരുമാനത്തിൽ നിന്ന് തിരിച്ചടക്കണം. വേണമെങ്കിൽ നമുക്ക് തിരിച്ചടക്കാം. മസാല ബോണ്ടയിൽ വിശദീകരണത്തിന് ED നോട്ടീസ് അയക്കുമ്പോൾ പറയാ അതൊക്കെ നോർത്ത് ഇന്ത്യയിലെ പറ്റുള്ളൂ, ഇവിടെ എന്താ ED മൂക്കിൽ വലിക്കുമെന്നാണ് ചോദിക്കുന്നത്. മുൻ ധനകാര്യമന്ത്രി ബുദ്ധിമാൻ. അതിലും രസമുണ്ട് നമ്പ്യാരെ. അദ്ദേഹം പറഞ്ഞ ഒരു ന്യായീകരണം, അത് KM എബ്രാഹിം ആണ് അതിന് മറുപടി പറയേണ്ടത്, ഞാനല്ല മറുപടി പറയേണ്ടത്. അതിന്റെ നോഡൽ ഓഫീസർ എന്ന് പറയുന്നത് KM എബ്രാഹിം ആണ്, അതിന്റെ ചെയർമാൻ അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് എന്നുള്ള വിചിത്രമായ വാദഗതികളാണ്. അത് ED തീരുമാനിക്കട്ടെ. നമുക്ക് അതിന്റെ ഒരു സാമ്പത്തിക വശത്തിലേക്ക് മാത്രം നമ്മളിപ്പോ കടക്കേണ്ടതുണ്ട്. അപ്പോ ഈ രീതിയിലുള്ള ധനകാര്യ മിസ്മാനേജ്മെന്റ്, ആ മിസ്മാനേജ്മെന്റ് കേരളത്തെ, ഞാൻ പറഞ്ഞു വന്നത്, വരുമാനത്തിനനുസരിച്ചല്ലാതെ വരുമാനത്തിന് മുകളിൽ ചെലവ് ചെയ്തതിന് ശേഷം ഈ ബജറ്റിൽ നിന്ന് നികുതി വരുമാനത്തിൽ നിന്ന് ഇതെല്ലാം തിരിച്ചടച്ചുകൊണ്ട് ഇന്ന് കഴിയുമ്പോഴത്തേക്കും കേരളത്തിന്റെ കടം അങ്ങ് വർദ്ധിച്ചു വരുന്നു. ആ കടം വർദ്ധിച്ചു വരുന്നത് അത് നിയന്ത്രിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നില്ല. ഇവിടെ ദൂരത്തിനെ കുറിച്ച് നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ മണിക്കൂറുകൾ ചർച്ച ചെയ്യാം. മുഖ്യമന്ത്രിയുടെ തൊഴുത്തും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന്റെ ചുറ്റുമതിലും അതൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതായതുകൊണ്ട് ഞാൻ ആ ചർച്ചയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, കേരള സഭ വരുന്നുണ്ട് കേട്ടോ. ധനകാര്യ മേഖലയിൽ പ്രതിസന്ധി ഇങ്ങനെ എന്താ പറയേണ്ടത്, ഇതായിട്ട് മുഴുത്ത് നിൽക്കുന്ന സമയത്തും ലോക കേരള സഭ നടത്താതെ പറ്റില്ല, നിർവാഹമില്ല. അതാണല്ലോ പ്രധാനം. അതിലും രസം, കേരളീയം നടത്തിയ അന്ന് ബഹുമാന്യ ശ്രീ M ജയചന്ദ്രൻ സാറ്, അദ്ദേഹം ഇടതുപക്ഷ നിരീക്ഷകൻ, ചർച്ചയിൽ വന്ന് പങ്കെടുക്കുക. കേരളം ഇനി കേരളീയത്തിന് ശേഷവും കേരളീയത്തിന് മുമ്പും എന്ന് പറഞ്ഞാല് ക്രിസ്തുവിന് ശേഷം ക്രിസ്തുവിന് മുമ്പ് എന്ന് പറഞ്ഞ പോലെ കേരളം രണ്ടായി പിരിയാൻ പോകുന്നു. കേരളീയത്തിന് ശേഷമുള്ള കേരളവും കേരളീയത്തിന് മുമ്പുള്ള ശേഷം. കേരളീയം നടന്നുപോയി, എത്ര കോടിയുടെ ദൂർത്ത് നടന്നു, അതൊക്കെയാണല്ലോ ഇപ്പം GST ഉദ്യോഗസ്ഥരെ വെച്ച് ഇവിടെ നടന്നു. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വന്നത് ഇവിടെ ഇടതുപക്ഷം നമ്മളോട് എന്നും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ കുറെ കാലം GSTയുടെ വിഹിതം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എത്രയാ GST കോമ്പൻസേഷൻ വിഹിതം കിട്ടാനുള്ളത്? നിങ്ങൾ പൊതുസമൂഹത്തോട് പറ. കേന്ദ്രം എത്രയാണ് നിങ്ങൾക്ക് തരാനുള്ളത്? കണക്ക് സഹിതം പറ. 57,000 കോടി, 57,400 കോടി ഉണ്ട് എന്ന് നിങ്ങൾ മൈക്ക് വെച്ച് കിട്ടി കവലയിൽ പ്രസംഗിക്കും. പക്ഷേ സുപ്രീം കോടതിയിൽ കേസിന് പോകുമ്പോൾ അത് 13,000 കോടിയിലേക്ക് ചുരുങ്ങുന്ന വിചിത്രമായ കാഴ്ച. അപ്പോ ഇനി കേന്ദ്ര അവഗണനയെ കുറിച്ച് ഞങ്ങൾക്കും പരാതി ഉണ്ടായിരുന്ന ആ പരാതികളൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ ഉയർത്തിയിട്ടുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദൂർത്ത് നടത്താനില്ല. ഇപ്പൊ ദൂർത്ത് എന്ന് പറഞ്ഞ് ഇനി അങ്ങോട്ട് പോകാനില്ല. എങ്കിലും ഉള്ളത് കൊണ്ട് ആ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ദൂർത്ത് അത് കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കേരളം നേരിടുന്ന ദുരന്തവും ദുര്യോഗവും.